സ്കൂളിൽ ടീച്ചർ എല്ലാവരുടെ അടുത്തും ചോദ്യം ചോദിച്ചു, ആർക്കും കിട്ടിയില്ല. അപ്പയുടെ പൊടിമോൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഉമ്മ, അപ്പാടെ പൊടിമോള് പുലിയല്ലേ? എന്നാ അപ്പൊ ഫോൺ വെക്കട്ടെ, ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. അപ്പൊ നന്നാ ഇങ്ങോട്ട് വരാം. അടുത്ത മാസം എത്തൂലേ? മോൾക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്ക് ഒന്നും കൊണ്ടുവരണ്ട. പറ്റുവാണെങ്കിൽ അമ്മയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കും. ഈ ഫോണിന് വേണ്ടി എന്നും അമ്മയും ചേച്ചിയും വഴക്കാ. അതെന്തായാലും അപ്പൊ കൊണ്ടുവരാം. അപ്പൊ പോട്ടെ, ടൈമായി. ടീച്ചറെ, ഞാൻ തലകറങ്ങി വീണ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം. അടുത്ത പീരീഡ് ഞാൻ 4B-യിലാണ്. ടീച്ചർ ഒന്ന് മാനേജ് ചെയ്യണേ. ടീച്ചറെ, എന്താ ഡ്യൂട്ടിക്ക് പറ്റിയത്? ഒന്നുമില്ല, പേടിക്കണ്ട. കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ബ്ലഡിൽ ചെറിയ തോതിലുള്ള ഡ്രഗ്സിന്റെ അംശം കണ്ടു. ഈ കുട്ടി ബോധപൂർവം ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുട്ടിക്ക് ഇത് എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. മേ ബി സ്വീറ്റ്സിലൂടെയോ അല്ലെങ്കിൽ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം സാധ്യത. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം. കുട്ടിയുടെ ഫ്രണ്ട്സ്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കോണ്ടാക്ട്സ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ. എന്നാ പിന്നെ ഇതാരോടും പറയാൻ നിൽക്കണ്ട. വേറൊന്നുമില്ല, ഈ ഒരു ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞാൽ ഇതിന്റെ സോഴ്സ് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് അവരെ കണ്ടുപിടിക്കണമല്ലോ. എടി ഐറിൻ, ഞാൻ പഠിക്കുവാ. അപ്പയെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇനി പഠിച്ചാൽ മതി. നിനക്കെന്തേ വയ്യേ? എടി നിന്നോട് തലവേദന. ഹലോ ഹലോ. ആ എന്താടി നേരത്തെ? ഒന്നുമില്ല. ചേട്ടൻ ഡ്യൂട്ടിയിലാണോ? ആ, ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്ക. വേറൊന്നുമല്ല, നമ്മുടെ പൊടിമോൾ ഇന്ന് സ്കൂളിൽ തലകറങ്ങി വീണു. എന്നിട്ട് ഹോസ്പിറ്റലിൽ. എന്തു പറ്റി? അതവിടെ കറണ്ട് പോയതാ. ഞാൻ പേടിച്ചു പോയി. കുട്ടിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ബ്ലഡിൽ ചെറിയ തോതിലുള്ള ഡ്രഗ്സിന്റെ അംശം കണ്ടു. എടി ഐറിൻ, ഞാൻ പഠിക്കുവാ. അപ്പനെ വിളിച്ചിട്ട് ഇനി പഠിച്ചാൽ മതി.